നേരത്തെ കിട്ടിയില്ലായിരുന്നു. എഴുതടിച്ചേ, അത് ഞാൻ ചെയ്യാം. നേരത്തെ കിട്ടിയില്ലെന്നു. കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇത് വരണം. ഗെയ്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ ഒന്നാം കൃഷി ചീരയുടെ കഴിഞ്ഞ്, പിന്നെ രണ്ടാം കൃഷി ചെയ്യാൻ പോവാണ്. കാര്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പോവാണ്, കൃത്യമായിട്ട് ചെയ്യാൻ പോവാണ്. നല്ല നല്ല വലിയ ചീരകളൊക്കെ കിട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ടാം കൃഷി തുടങ്ങാൻ പോവാണ്. വാത്താങ്കരയുടെ ചീരയുടെ വിത്ത് ഇപ്പോൾ ഇവിടുന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മയിൽപ്പീലി ചീര, പാൽച്ചീര, പച്ചച്ചീര, ഇതിൻ്റെയൊക്കെ വിത്തിരിപ്പുണ്ട്. നമ്മൾ തുടങ്ങാൻ പോകണം. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പോയ ഏരിയ. കാണുന്നുണ്ടോ? എടുത്തോ. ഇല്ല, ഇത്രയും ഭാഗം കാണുന്നുള്ളൂ. കുറച്ച് വീഡിയോ എടുത്തു. വലിയ തൂമ്പ അടുത്തൊന്ന് കൊത്തി നോക്കാൻ മേലായിരുന്നു. അതെ അതെ, പറയിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പറ്റുമെന്ന് നോക്കാൻ മേലായിരുന്നു. ആ, പിടിപ്പിച്ചേ. ആ, വീഡിയോ എടുക്കുക. ഇത് മമ്മട്ടി പോലെ തൂമ്പാണ്.
തൂമ്പാകുമ്പം കൈക്ക് നല്ല നീളമുണ്ട്. കൈക്ക് നീളമുള്ള കൊടുത്തിട്ടല്ലേ ഈ പണി കാണിച്ചു? അതല്ല, നീളമുള്ള തൂമ്പ. ഇത് മമ്മട്ടി. മമ്മട്ടി എനിക്ക് പറ്റത്തില്ല. നീളമുള്ള തൂമ്പ. ഇത് മമ്മട്ടി എന്നാണ് ഇവിടെ പറയുന്നത്, മൺവെട്ടി. എന്നാൽ മറ്റേ തന്നെ എടുക്കുക, കൂടുതൽ ആഴത്തിൽ പോകുന്ന അതാ. മുന്നോട്ടേക്ക് അല്ല ഇനി മേളോട്ട് കൂന കൂട്ടി, ഇത് ഇവിടെ തന്നെ നല്ല ശരിക്കും മേളോട്ട് കൂന കൂട്ടി ഇതാകാം, വെക്കാം. അല്ല, ഒത്തിരി വീതിക്ക് എടുക്കണ്ട, ഒരു 4 എണ്ണം നിൽക്കത്തക്ക രീതി വീതിക്ക് എടുത്ത് വെച്ച് കൂന കൂട്ടാം. അവിടുന്ന് പഠിച്ചങ്ങോട്ട് ഇടും. അവിടുന്ന് രണ്ട് സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അത് തന്നെ. ഇവിടുന്നും അങ്ങോട്ട് എടുക്കാം, അവിടുന്നും ഇങ്ങോട്ട് എടുക്കാം. അങ്ങനെ മേളോട്ട് കൂട്ടാം. ആണോ? കംപ്ലീറ്റ് പുല്ലായിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ചീര നട്ടാണ്, ഇങ്ങനെ നട്ടിട്ട് കാര്യമില്ല. ഇനി പുല്ലൊക്കെ കളയണം. പുല്ലെല്ലാം കളയുന്നില്ല, നടുന്ന സ്ഥലം മാത്രം ക്ലിയർ ചെയ്യാനുള്ള പരിപാടി. നടുന്ന സ്ഥലം മാത്രം ക്ലിയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാകിയപ്പം ഒരു സുന്ദരി ചീര എന്ന് പറഞ്ഞ ഒരു തൈ കിട്ടി. ഇതുണ്ട് സുന്ദരി ചീര. സുന്ദരി ചീര എന്ന് പറഞ്ഞ തൈയാണ്. അതിൻ്റെ വിത്ത് നിർത്തിയിരിക്കുകയാണ്, വിത്തായി വരുന്നുണ്ട്. ഇത് വിത്തെടുത്തിരിക്കുന്നുണ്ട്. സുന്ദരി ചീരനെ ചുവപ്പലയും ചുവപ്പ് തണ്ടും പിങ്ക് തണ്ടും പിന്നെ ഒരു പച്ചയല്ല ചുവപ്പ് അല്ലാത്ത ഇലയായിട്ട് അത് വിത്തിന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാടായിപ്പോയി, കംപ്ലീറ്റ് കാടായി. ഒക്കെ വിളവെടുത്തതാണ്, വിളവെടുത്തതിന് ശേഷമുള്ളതാണ്. പിന്നെ അടുത്ത നടാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഇനി കളക്കണം, ഇനി ആരെങ്കിലും വെച്ച് ചെയ്യിക്കണം, അല്ലാതെ നടക്കത്തില്ല. ഈ ഭാഗങ്ങളൊക്കെ വിളവെടുത്തു. ആ സ്ഥലം ക്ലിയർ ചെയ്യാണ്. ക്ലിയർ ചെയ്തിട്ട് വേണം വിത്തെടുക്കാൻ വേണ്ടി ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാം കണ്ട കഴിഞ്ഞ പ്രാവശ്യം ട്രാക്ടർ വെച്ചതാണ്, ട്രാക്ടർ വെച്ച സ്ഥലമാണ്. എല്ലാം കാട് കയറി. ഇനി എന്ത് ചെയ്യും? ഇനി എന്തായാലും ട്രാക്ടർ വെക്കുന്നില്ല. അത്യാവശ്യം ചീരയൊക്കെ പറിച്ച് വിറ്റായിരുന്നു, കുഴപ്പമില്ലാതെ പറിച്ചു. പിന്നെ വിളവെടുത്ത് കഴിച്ച സ്ഥലത്ത് അടുത്ത ചീര ഇടാൻ വേണ്ടി പോവുകയാണ്. കംപ്ലീറ്റ് കുളമായി, കംപ്ലീറ്റ് കാടായി. പിന്നെ അടുത്ത ചീര ഇടാൻ പോകും, ഒരു പ്രാവശ്യം കൂടെ ചീര ഇടാം. പിന്നെ നമ്മൾ വാത്താങ്കരയുടെ ചീരയുടെ വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വാത്താങ്കര ചീരയാണ്, അതിൻ്റെ വിത്ത് അടുത്ത പാകാനായിട്ട് വിത്ത്. പിന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുക, ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. എല്ലാം വാത്താങ്കര ചീരയാണ്. ഇതൊക്കെ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. വൈഫ് അവിടെ കിളക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിനി അപ്പുറത്തെ ഒരു സ്ഥലം ചെയ്യാനുണ്ട്, കിളക്കാനുണ്ട്. അല്ല, ഇതേപോലെ തന്നെ വരച്ച് കൂട്ടിയാലും മതി, മണ്ണിൻ്റെ അടിയിലായിക്കോളും. ഇതേപോലെ തന്നെ വരച്ച് കൂട്ടിയാലും മതി.
ആ അതേപോലെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെ മണ്ണിനടിയിലായിക്കോളൂ. ഏത് ആ പുല്ലൊക്കെ മണ്ണിലൂടെ അടിയിലോട്ട് ആയിക്കോളും. എങ്കിൽ ശരി, അങ്ങനെ ചെയ്യാം. അതോടെ കൊത്തു. കുറച്ച് ചേന, കപ്പ്, ചേനയും കപ്പയും പിന്നെ ആ മധുരക്കിഴങ്ങും കൂടെ അല്ലേ ഒരു കൂന ഇട്ടുപോയോ? ഇല്ല, കറണ്ട് പോയി. അതിനകത്തിന് പുല്ലില്ലെന്ന് തോന്നില്ല, ഞാൻ പറിച്ച്. കുറച്ചുണ്ട് അവിടെയൊക്കെ. ആ മധുരക്കിഴങ്ങിന് ഇച്ചിരി ഇത് ഇടണം, വളമിടണം. അതിന് കട്ട് ചെയ്യണേ.